Christian greetings this morning. ഒരാഴ്ച കൂടെ ദൈവം നമ്മോട് കരുണ കാണിക്കുകയും ദൈവത്തിൽ ഒരുമിച്ച് കൂടുവാൻ അനുവദിക്കുകയും ചെയ്തു. One more week God has enabled us to gather together by His mercy. വിവിധ പശ്ചാത്തലത്തിലായിരിക്കുന്ന ഇന്ന് ഇവിടെ ഇല്ലാത്ത നമ്മുടെ സഹോദരനെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് നിങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. I pray to God along with you, the brethren who are not able to be with us. We continue to remember them. May God bless them. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് അതിൻ്റെതായ ആഴത്തിലും അർത്ഥത്തിലും നിങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളതിൽ എനിക്ക് വലിയ സന്തോഷം. I rejoice in the fact that the teaching that I am giving to you with the Holy Bible, you are accepting and taking it with you. വലിയ ഭക്തിയോടെ വചനം ഏറ്റെടുത്തു. ദൈവം നമ്മിൽ വൻ കാര്യങ്ങൾ ചെയ്യും. With a great faith, you accept the word of God, and God will do miracles in our lives. അത് ഞാൻ പ്രസംഗിക്കുന്നതുകൊണ്ടല്ല, ദൈവവചനത്തിന് അതിന് ശക്തിയുള്ളതുകൊണ്ട്. It's not because I'm preaching, but the word of God has the power to do it. എന്റെ ശരീരത്തിൽ എനിക്ക് നല്ല വണ്ണം ദാഹിക്കുമ്പോൾ എന്റെ മുൻപിൽ ഇരിക്കുന്ന ഏത് വസ്തുവിനേക്കാളും എനിക്ക് ആവശ്യം വെള്ളം. When the body is completely thirsty, apart from all other things, the important thing for me is only water. ഒരു നല്ല ഷർട്ട്, ഒരു നല്ല വാച്ച്, മറ്റേതെങ്കിലും നല്ല കുറെ വസ്തുക്കളും ഒരു ഗ്ലാസ് വെള്ളവും എന്റെ മുൻപിൽ വെക്കുക. എനിക്ക് നല്ല ദാഹമുണ്ടെങ്കിൽ ഞാൻ ആ വാച്ചോ ആ ഷർട്ടോ ഒന്നും എടുക്കത്തില്ല. പെട്ടെന്ന് ഞാൻ എടുക്കുന്നത് ആ വെള്ളമായി. If you keep in front of me a good shirt, a good watch, and a glass of water, and if I'm thirsty at that time, I will only pick that water. അതിനാരും എന്നെ നിർബന്ധിക്കുകയോ അതെടുക്കരുത് ഇതെടുക്കരുത് എന്ന് പറയുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്റെ ശരീരത്തിന് അത്യാവശ്യമപ്പോൾ വെള്ളം. Nobody needs to influence me that you have to take this thing or that thing, because at that time my body needs water. നല്ല തണുപ്പുള്ള ഒരു ദിവസം മറ്റെന്തെല്ലാം എനിക്ക് കിട്ടിയാലും ഞാനത് അതിനേക്കാൾ വലുതായി കാണുന്നത് എന്റെ ശരീരം പുതയ്ക്കുവാനുള്ള ഒരു നല്ല കമ്പിളി, ഒരു നല്ല തണുപ്പ് മാറ്റുന്ന വസ്ത്രമായി. In any given winter day, apart from anything that you all give me, the only thing that I would need at that time is a good blanket to keep my body safe. മറ്റാരും പറഞ്ഞിട്ടല്ല ഞാനത് സ്വീകരിക്കുന്നത്. എനിക്കറിയാം ഈ സമയത്ത് എനിക്ക് എന്താണ് ആവശ്യം. It's not anybody who tells me what I need to take in that time, but I know that my body needs that. എന്റെ മുൻപിലിരിക്കുന്ന ഷർട്ടും എന്റെ മുൻപിലിരിക്കുന്ന വാച്ചും ഒക്കെ എനിക്ക് ഇഷ്ടമാണ്, അതെനിക്ക് നല്ലതാണ്. പക്ഷേ എന്തുകൊണ്ട് ഞാൻ അവയേക്കാൾ ഒരു ഗ്ലാസ് വെള്ളത്തിന് വലിയ പങ്കുണ്ട്. I know that the watch and the shirt which is kept in front of me is good enough, but why did I give importance to that water? എന്റെ ശരീരത്തിന് അത് അത്യാവശ്യമായി. Because it was a necessity for my body. Praise the Lord. Hallelujah. ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ നാം ആയിരിക്കുന്നത്. This is how we are in God's presence. ആരും പറയാതെ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് വേണ്ടുന്നത് എന്താണ്. Without anybody telling you, you all know inside you what you need. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ എടുക്കൂ. അത് നിങ്ങൾക്ക് ഒരു വലിയ അനുഗ്രഹം. Take what is needed for you. In that there is a great blessing. Hallelujah. Hallelujah. ദൈവം നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ മുൻപിൽ കൊണ്ടുവെക്കുകയാണ്. God is keeping everything what we need right in front of us. അത് എടുക്കൂ, നമുക്കത് അനുഗ്രഹമായി മാറ്റാം. Let us take it. It will be a blessing for us. ഈ സംഗീതം നമ്മൾ പല ആവർത്തി ധ്യാനിച്ചതാണ്. This psalm many times we have meditated together. ഇതിൽ നാം പഠിക്കുക. Again we have to learn from it. ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ദൈവ മകനെയാണ് ഇവിടെ നാം കാണുന്നത്. We see who is a man who is fearing God. അവന് ഒരു കുടുംബമുണ്ട് എന്ന് നമുക്ക് ഇവിടെ വായിക്കാനായി സാധിക്കും. We read from here he has a family. അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടെന്ന് പറഞ്ഞാൽ അവനൊരു കുടുംബം ഉണ്ട്. His generation is getting strengthened in the world, which means he has a family of his own. എന്നാൽ ആ കുടുംബത്തിനെതിരായിട്ട് പലതും, ആ ദൈവത്തിനെതിരായിട്ട് പലതും നാം ഇവിടെ ദർശിക്കും. But we also read many obstacles coming against the child of God. നേരുള്ളവരാണെങ്കിലും നേരുള്ളവർക്ക് ഇരുട്ട് ഉണ്ട് എന്ന് ഇതിനകത്ത് എഴുതിയിരുന്നു. Even if it's a righteous man, in the midst of it there's a darkness that has been written in it as well. നേരുള്ളവർക്കെല്ലാം പ്രകാശമായിരിക്കട്ടെ. Isn't for the righteous person everything should be good and light? ഇല്ല, പരിശുദ്ധാത്മാവ് പറയുന്നു നേരുള്ളവർക്കും ഇരുട്ട് ഉണ്ട്. But the Holy Spirit has written, even for the righteous man there is a darkness. ഇവിടെ നാം വായിക്കുകയാണ്, ഈ ദൈവത്തെ ഭയപ്പെടുന്ന മനുഷ്യന് മറ്റൊരു അനുഭവം കൂടെ നേരിടേണ്ടി വരുന്നു. He is also going through a different thing, the child of God. That's what we read in the psalm. ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല.
Because of evil tongues, he is not scared enough. അവന് ദുർവർത്തമാനം നിമിത്തം അവന് അനുഭവം ഉണ്ടാകുമെന്ന് അതിനകത്തില്ലേ? Isn't there something that will the evil tongues that come against him as well? ഇന്ന് നാം വായിക്കുകയാണ് അവന്റെ ശത്രുക്കളുടെ മുൻപിൽ എന്ന് നമുക്ക് ഇവിടെ പഠിപ്പാനായി സാധിക്കും. We also read that in front of his enemies. ദൈവത്തെ ഭയപ്പെടുന്നവനായി ഇങ്ങനെയൊക്കെ വരുമോ? If a God-fearing child will go നമ്മൾ through, പ്രാർത്ഥിക്കുന്ന ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. are we praying to get all these things? നമ്മളെ ദൈവമക്കളായി ജീവിക്കുന്നത് ഇങ്ങനെയൊക്കെ അനുഭവിപ്പാൻ വേണ്ടിയാണ്. Are we the children of God that we may get all these things in our lives? വേദപുസ്തകം പറയുന്നു ഇങ്ങനെയും കുറെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. But the Holy Bible says we have to go through certain things in this form. ഇതൊന്നും നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ല. We do not like all these things. പക്ഷേ ദൈവം പറയുന്നു ഇതൊക്കെ നമ്മൾ അനുഭവിച്ചും അഭിമുഖിച്ചും അതിജീവിച്ചുവേ മതിയാകത്തുള്ളൂ. But the Holy Spirit God tells us that we have to go through, overcome and suffer all this. Praise the Lord. Hallelujah. ഇന്ന് ചില കാര്യങ്ങൾ ദൈവമക്കളെ ഗ്രഹിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. Today I want the children of God to understand certain things. ഞാൻ നിങ്ങളെ തൊട്ട് സംസാരിപ്പാൻ പരിശുദ്ധാത്മാവിനെ ശക്തീകരിക്കുക. Holy Spirit is letting me to touch you all and talk about it. എന്തുകൊണ്ട് യേശുവിനെ യഹൂദന്മാർ അംഗീകരിച്ചില്ല? Why the Jews not accept Jesus? അവർക്ക് അനേക രാജാക്കന്മാരെ പരിചയമുണ്ട്. They were having lot of kings whom they knew. ആ രാജാക്കന്മാരൊക്കെ പ്രാപ്തിയുള്ളവർ മാത്രമല്ല ജയമുള്ളവരുമായിരുന്നു. The kings were not only very strong, but they had the ability to do it. ശത്രുക്കളെ പ്രയാസങ്ങളെ ഉന്മൂലനം ചെയ്തിട്ട് അവർ ശ്രേഷ്ഠരായി മാറുന്നവരാണ്. They can go to the enemies and they have subdued them and they are reigning. അകത്തിരിക്കുന്ന രാജാവ് അങ്ങനത്തെ ഒരു രാജാവാണ്. The king inside them is in such a way. ഇസ്രായേലിനെ വിടുവിപ്പാൻ വരുന്ന രാജാവ് അങ്ങനെ ആയിരിക്കുമെന്നാണ് അവർ അകത്ത് ധരിച്ചിരിക്കുന്നത്. They thought that the person who's going to release Israelites would be in that form. കൊട്ടാരത്തിൽ ജനിക്കാത്തവരെ രാജാവായിട്ട് അവർക്ക് കാണുവാൻ കഴിയത്തില്ല. They cannot accept a king who's not born in the palace. ഒരു വിദ്യാസമ്പന്നനല്ലാത്തവരെ രാജാവായി കാണുവാൻ അവർക്ക് കഴിയത്തില്ല. A knowledgeable or wise person they cannot accept as a king. ശത്രുവിനെ ഇല്ലായ്മ ചെയ്യാത്ത ഒരുവനെ രാജാവായി കാണുവാൻ അവർക്ക് കഴിയത്തില്ല. To subdue the enemies, they cannot think of a king of that manner. എന്നാൽ അവർക്ക് ഒരു രാജാവിനെ ഒരാൾ വന്നിരിക്കുന്നു. But now there is a person who's claiming to be a king. പുൽക്കൂട്ടിലാണ്. And he is in a little place. അവന് കൊട്ടാരമില്ല. He does not have. അവൻ പട്ടിണി പാവമാണ്. He is poor. അവൻ അർപ്പിക്കുവാൻ കാളയും ആളുമില്ല. He don't have anything to be a sacrifice. സമ്പന്നരായ സ്നേഹിതന്മാരില്ല. He don't have rich friends. അവൻ പഠിക്കുവാൻ പോകുവാൻ സ്കൂളിൽ ഇടമില്ല. He doesn't have a school to go. ഇതെങ്ങനെ രാജാവാകുന്നത്? How can he be claiming a king for himself? സഹോദരങ്ങളെ, അവരുടെ കാഴ്ചപ്പാടുകൾ തെറ്റി. Their vision was completely destroyed. അവർ ദൈവവചനത്തിൽ കൂടിയല്ല രാജാവിനെ വീക്ഷിച്ചത്. They did not look at the king to the Holy Bible. അവരുടെ ചിന്താഗതിയിൽ കൂടി അവർ രാജാവിനെ നോക്കി. Only to their minds they were able to look at a king. അതുകൊണ്ട് യേശുവിനെ മനസ്സിലാക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. So they were not able to identify ഇതാണ് Jesus. എനിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്ന പരാജയം. This is most of the time me and you have the problem. ക്രിസ്തീയ ജീവിതം എന്താണെന്ന് നമുക്ക് കുറെ ധാരണകളുണ്ട്. We might think what Christian life is all about. എന്നാൽ ദൈവവചനത്തിൽ കൂടെ ക്രിസ്തീയ ജീവിതം എന്താണെന്ന് നാം മനസ്സിലാക്കണം. But the word of God can understand what Christian life is. നമ്മുടെ അകത്തെ ഉയർന്ന ഒരു ചിന്ത മാത്രമാണ് ക്രിസ്തീയ ജീവിതം. Only through insight to us we have certain things that we think of Christian life. ആരോഗ്യമുള്ള ഒരു ശരീരം. It's a good able body. പട്ടിണിയും പ്രയാസവും അനുഭവിക്കാത്ത ഒരു അന്തരീക്ഷം. A complete atmosphere where there is no, everything is there. അംഗീകരിക്കപ്പെടുന്ന മാനിക്കപ്പെടുന്ന ഒരു അനുഭവം. And it is an experience where everybody accepts us. ഇതാണ് നാം ദൈവത്തെ സേവിക്കുമ്പോൾ നമ്മുടെ അകത്തുള്ള ചിന്താഗതി. This is what we serve God and we accept. അങ്ങനെയാണ് ദൈവത്തെ അല്ല ദൈവ വൈദ്യുതിയല്ല വേദപുസ്തകം വെളിപ്പെടുത്തുന്നത്. But the Bible is not reflecting to the child of God. നിനക്ക് രോഗമുണ്ടാകുമോ? You will be sick. നിനക്ക് കഷ്ടമുണ്ടാകുമോ? You will suffer. പരിഹാസമുണ്ടാകുമോ? You will be mocked. ഒരു സൈന്യം നിനക്കെതിരാകുമോ? And how will come against you? കൈവിടോ? Everybody will leave you. കഷ്ടപ്പെടോ? You will alone. ദൈവത്തിന്റെ വാഗ്ദാനം ഈ പണക്കാരൻ ആഗ്രഹിക്കുന്നു. You will know the word of God is mine. കാഴ്ചപ്പാടുകൾ തെറ്റിയാൽ നമ്മുടെ ജീവിതം തെറ്റിപ്പോകും. Our vision is distorted, then everything will be lost. Hallelujah. യേശുവിനെ നിങ്ങളെടുത്ത് നോക്കൂ സഹോദരങ്ങളെ. Just look at Jesus. അതിക്രമക്കാരോടുകൂടി അവർ എണ്ണപ്പെട്ടു. He was among the other people. കാൽവരി ക്രൂശിൽ നിങ്ങൾ നോക്കി. Look at the Calvary. അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്നതാരാ? The right and left, who is with him? അവൻ കൂടെ കൊണ്ടു നടന്നവരാണോ? Is it the persons who walked with അവൻ him? സൗഖ്യമാക്കിയവരാണോ? Is it the person who അവന്റെ healed? പ്രസംഗം കേട്ടവരാണോ? Did they hear his preaching? അവന്റെ ശുശ്രൂഷയുടെ മൂർത്തില്ലാവസ്ഥയിൽ
അവൻ കിടക്കുന്നത് ആരുടെ കൂടെയാണ്? Even in the main ministry part, where is his son? പരിശുദ്ധാത്മാവ് എഴുതിയത് അതിക്രമക്കാരോടുകൂടി എണ്ണപ്പെട്ടു. Even the Holy Spirit has written, he is in the midst of the people. Praise the Lord. Hallelujah. നിന്റെ വീട്ടിൽ എല്ലാവരും അതിക്രമക്കാരും നീ ഒരു വ്യക്തി മാത്രം ദൈവത്തിൻ്റെതുമാണെങ്കിൽ നിന്റെ ഗതി എന്താണ്? Just imagine in your household, you are the only person who stands for God and everybody is against him. അതിക്രമക്കാരുടെ കിടക്കുമ്പോൾ അവൻ തീരത്തിൽ നിന്ന് വ്യതിചലിച്ചു. Even when he was in the midst of those people, did he go out of anything? അമ്മയായി കാണുവാനും യോഹന്നാനായി കാണുവാനും യേശുവിന് കഴിഞ്ഞില്ലേ? Didn't Jesus was able to identify who his mother and who John was? പരീശയെക്കുറിച്ചുള്ള ദർശനം നഷ്ടപ്പെട്ടോ? Did he just distort his vision of paradise? അവനോട് പറഞ്ഞില്ലേ നീ എന്നോടുകൂടെ പരീശയിൽ വരുമെന്ന്? Did he tell one of them, today you will be with me in paradise? പരീശയുടെ ദർശനം നഷ്ടപ്പെട്ടില്ല. He did not lose the vision of paradise. അമ്മയായി കാണുവാനുള്ള സുബോധം നഷ്ടപ്പെട്ടില്ല. He was able to identify who his mother was. അവന്റെ ശിഷ്യനായ യോഹന്നാനായി മനസ്സിലാക്കുവാൻ അവന് കഴിഞ്ഞു. He was able to identify his disciple John. Hallelujah. സഹോദരങ്ങളെ, നാം അതിക്രമക്കാരുടെ ഒറ്റപ്പെടുമ്പോൾ നമ്മുടെ സ്വഭാവം എന്തായിരിക്കും? Even though when we are in the midst of the evil people, how would we react? അവരിൽ ഒരുവനെ പോലെയോ അല്ലെങ്കിൽ അവരെക്കാൾ ഒരുവനെ പോലെയോ നാമും ഒരു അതിക്രമക്കാരനായി തീരുമോ? Will we be one of those, or will we be one of them, of those evil people? Praise the Lord. Hallelujah. ഈ ചോദ്യം ഈ പകൽക്കാലം ഞാനും നിങ്ങൾ നമ്മോട് തന്നെ ചോദിച്ചാൽ, This question, each one of us to know inside our heart this morning. Praise the Lord. Hallelujah. ദർശനം നഷ്ടപ്പെടരുത്. Your vision should not be lost. നമ്മളെ കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത് പാടുവാനും പ്രാർത്ഥിക്കുവാനും നമ്മെ പൊക്കി പറയാനും ഒക്കെയുള്ള അന്തരീക്ഷമേ നമ്മുടെ ജീവിതത്തിൽ കിട്ടത്തുള്ളൂ എന്നാണെങ്കിൽ നമ്മൾ തെറ്റ് ചിന്തിക്കുക. If we only think that we are here to just pray, praise and worship and just preach and pray, and we have lost that, it's a vision that is completely അതിന് lost. ഒരു മറുവശം കൂടിയുണ്ട്. There is a different chapter to it. യേശുവിനെ അടക്കിയത് നിങ്ങൾ നോക്കിക്കേ. Just see where Jesus buried സമ്പന്നന്മാരോട് കൂടി with the rich people. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഒരു മന്ത്രിക്കായിട്ട് പണിത കല്ലറ. A minister who built the tomb for himself. കുരിശിൽ അവൻ അതിക്രമക്കാരുടെയിലാണെങ്കിൽ മരിച്ച് കിടക്കുന്നത് അവന്റെ ശവം അടക്കിയിട്ടിരിക്കുന്നത് അതിക്രമക്കാരുടെ കൂട്ടത്തിലല്ല, അനുഗ്രഹിക്കപ്പെട്ടവന്റെ കൂട്ടത്തിൽ. If he is just being on the cross with Hallelujah. evil people, but he is buried not with the evil but with the good one. പക്ഷെ നമുക്ക് എല്ലാവർക്കും അരിമത്യ അലോസത്തിന്റെ കല്ലറ പോലെയുള്ള അനുഭവമേ ആഗ്രഹമോ? But we always like the experience of Joseph the Armite. ദൈവം അങ്ങനല്ല നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. God is not expecting നീ us to കുരിശിൽ do. ജയിച്ചെങ്കിലേ അരിമത്യ അലോസത്തിന്റെ കല്ലറയിൽ ചെല്ലത്തുള്ളൂ. Only if you are able to be victorious on that cross, you will reach to that tomb of Joseph. കുരിശിനപ്പുറമുള്ള ദർശനം പ്രാപിച്ചാലേ കുരിശിൽ നമ്മൾ ജയിക്കും. If you are able to visualize beyond that cross, only then we can be victorious. എല്ലാവർക്കും ഓടി അരിമത്യ യോസേഫിന്റെ കല്ലറയിൽ ചെല്ലണം. Everybody needs to run to the tomb of അത് Joseph. കഴിയത്തില്ല It സഹോദരങ്ങളെ. is not possible. കാൽവരിയിൽ കൂടി അല്ലാതെ അരിമത്യ യോസേഫിന്റെ കല്ലറയിൽ ചെല്ലാൻ ഒക്കത്തില്ല. Without the Calvary, we will not be able to reach the tomb of Joseph. നിനക്ക് കാൽവരി വേണ്ട എന്ന് വെക്കുമ്പോൾ, കാൽവരിയിൽ നീ തോൽക്കുമ്പോൾ, നീ തള്ളിക്കളയുന്ന കാൽവരിയെ അല്ല ജോസഫിന്റെ കല്ലറയാണ്. The moment you say you don't need that cross and you reject it, you're not rejecting not only the cross but also the tomb of Joseph. നമ്മുടെ പ്രയാസങ്ങളിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് മാറിയാൽ നമ്മുടെ അനുഗ്രഹത്തെ നാം തള്ളിക്കളയും. In our problem, if we leave or reject our God, we are rejecting Him as a whole. Hallelujah. പൊത്തിപ്പേരിന്റെ വീട് വേണ്ട എന്ന് വെച്ചാൽ നീ മിസ്രയീമിലെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുത്തുകയും, If you say that you do not need the house of Potiphar, then you lose the ministership of Egypt. ആ വീട്ടിലെ അനുഭവമാണ് ജോസഫിനെ കാരാഗ്രഹത്തിൽ അടച്ചത്. The experience what we had here was the reason why Joseph was ആ there. കാരാഗ്രഹത്തിൽ കിടന്നവരോട് പറഞ്ഞ സ്വപ്നമാണ് ജോസഫിനെ രാജാവിനിടത്തിൽ എത്തിച്ചത്. And the reasoning of the dreams in that prison was able for him to raise from there. അങ്ങനെയാണെങ്കിൽ
ഈ പട്ടിക്കാരന്റെ വീട്ടിലെ കഷ്ടം വേണ്ട എന്ന് വെക്കുമ്പോൾ നീ മന്ത്രിസ്ഥാനം വേണ്ട എന്ന് വെക്കുക. So the moment you think you do not need the Potiphar's house, you're not getting even the ministership ഈ of God. പിതാവിന്റെ വീട്ടിലെ ആൾ നോക്കണ്ട എന്ന് വെക്കുമ്പോൾ നീ ഹോരേബിലെ തീയെ വേണ്ട എന്ന് വെക്കുക. The moment you realize that you don't need the house of Jethro, you do not see the flame over there. ആളുകളായി പോകുമ്പോഴാണ് ആ ഭൂപ്രപഞ്ചത്തിൽ ദൈവം ഇറങ്ങുവാൻ പോകുന്നത്. Only when you go to the seed of the time, God comes there in the bushes. പഞ്ചായത്തിലെ വേണ്ട എന്ന് വെക്കുമ്പോൾ രാജസ്ഥാനം വേണ്ട എന്ന് വെക്കുക. The moment you think you don't need Goliath to go forward, then you are losing. നിന്റെ പ്രശ്നങ്ങളുടെ അപ്പുറത്ത് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നടക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. In the problem you are suffering, God has given the blessing for you. അതുകൊണ്ട് നീ ഇങ്ങനെ പറയുകയാണ്. You can say this way. ഒരു വർത്തമാനത്തെ ഞാൻ ഭയപ്പെടുകയില്ല. I will not be afraid of the evil come. എന്റെ ഹൃദയം ഉറച്ചു നിൽക്കുക. അതിനപ്പുറം ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. That is God's works. Hallelujah. Hallelujah. Name of Jesus. Hallelujah. നമുക്ക് ഈ നന്മ മാത്രം കിട്ടണമെന്നാണ് നമ്മുടെ ആഗ്രഹം. Most of the time our desire is we only need അത് blessing. കിട്ടും. പക്ഷേ കിട്ടുവാനുള്ള വഴി ഈ കുരിശിൽ കൂടിയാണ്. You will get the blessings, but the way is only to the cross. ഹല്ലേലൂയ. Hallelujah. ഓസന്ന പാടുന്ന കഴുതയുടെ പുറത്ത് കയറിയിരുന്ന് പോകാനുള്ള ഇരിപ്പാണ് നമുക്കിഷ്ടം. We only like to sit on the top of the donkey and just say Hosanna and just എന്ത് move. സന്തോഷമുള്ള യാത്രയാണ്. It is such a rejoicing വസ്ത്രം time. വഴിയിൽ വിരിക്കുന്നു. The clothes are being put on the ground. കഴുതക്കുട്ടിയുടെ പുറത്ത് കയറിയിരിക്കുന്നു. On the donkey they will say. ചുറ്റും പൂക്കൾ എറിയുന്നു. The flowers around him. ഹോസന്ന ഹോസന്ന എന്ന് ആർക്കുന്നു. They say Hosanna, Hosanna over there. നമുക്കെല്ലാവർക്കും ആ യാത്ര ഇഷ്ടമാണ്. We always like that journey. ഓടി അത് കയറിയിരിക്കാൻ നാം കൊതിക്കും. We will be desiring enough to go and അതേ sit വഴിയിൽ കൂടി from the same way. ആളുകളുടെ പണിയും വലിച്ചുകൊണ്ട് From all the wood and the pulp. അപ്പുറത്ത് നടക്കുന്ന കുരിശിക്ക എന്ന് യാതൊരു നമുക്ക് ഇഷ്ടമല്ല. We will not like the way crucify him that way. രണ്ടും നമ്മുടെ അവകാശമായി കാണണം. We should see both in us. Hallelujah. ഇന്ന് പകരം നമ്മളത് സമ്മതിക്കണം സഹോദരൻ. This morning we need to accept it in our lives. ഒരേ ജനമാണ് ഈ ആക്കുന്നത്. It is the same people who are shouting. ഒരേ ജനമാണ് ഈ പരിഹസിക്കുന്നത്. The same people who are mocking. യേശുവേ അങ്ങേക്ക് ഹോസന്നായുള്ള യാത്ര മാത്രം മതിയോ? Jesus, you only need the Hosanna road at this moment. യേശു പറയും അത് പോരാ. Jesus will say it's not enough. എനിക്ക് കുരിശിക്കായ മാർഗങ്ങളുടെ നടുവിലും യാത്ര ചെയ്യാൻ You need to walk the people who say crucify me. യേശു പറഞ്ഞ വാക്ക് നിങ്ങൾ മറക്കരുത്. Do not forget what Jesus said. പിതാവേ അങ്ങേക്ക് ചെയ്യുവാനുള്ള പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു. Lord, my Father, I have completed the work which you have given me. ഞാൻ നിന്നെ ബഹുമതിപ്പെടുത്തി. In the art I have praised you. അങ്ങനെ ഹോസന്നായ യാത്രയിൽ മാത്രമല്ല കുരിശിന്റെ യാത്രയിലും ദൈവത്തിന്റെ പ്രവൃത്തിയായിരുന്നു. Not the journey of Hosanna, but also the crucifixion. ദൈവത്തെ ബഹുമതിപ്പെടുത്തുന്ന ദൈവചര്യയായിരുന്നു. It is the one to glorify the Lord. Hallelujah. Hallelujah. Amen. Hallelujah. പീലാത്തോസ് റോമൻ ഗവർണറെ കൈകഴുകിയിട്ട് വിളിച്ചു പറഞ്ഞു യേശു നീതിമാനാണ്. The Pilate just washed his hands and said, he is a righteous man. പീലാത്തോസിന്റെ ഭാര്യ കത്തെഴുതി കൊടുത്തു വിളിച്ചു യേശു നീതിമാനാണ്. Pilate's wife wrote a letter and said, he is a righteous എന്ത് man. സന്തോഷം ആ വാക്ക് കേൾക്കാൻ. It's so amazing to hear those words. എല്ലാവരും മാസ്റ്റർ ജോൺസനെ നല്ലവൻ നീതിമാനെന്നൊക്കെ വിളിക്കുമ്പോൾ എന്റെ അകത്തൊരു സന്തോഷമുണ്ട്. When everybody calls me that I'm a righteous man, I'm so happy. എന്നാൽ അല്പം മാറി നിങ്ങൾ ശ്രദ്ധിച്ച് Just look in different ways. അന്നത്തെ നവതാക്കന്മാർ യേശുവിനെ വിളിക്കുന്നത് കേൾക്കണമോ? Do you see the leaders of those days? What did he call Jesus? ഇവൻ ചതിയനാണ്. He is like a ആ close. ചതിയൻ പറഞ്ഞു അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും. And he is the person who said he's going to raise the third day. യേശുവിനെ വിളിച്ച പേര് കേട്ടോ ചതിയൻ. He is speaking blasphemy. Hallelujah. ഏതാ നമുക്ക് ഇഷ്ടം? What do we like? എല്ലാവരും നമ്മെ നീതിമാനെ വിളിക്കണം. Everybody should call us righteous. എല്ലാവരും നമ്മെ പ്രശംസിച്ചു പറയണം. Everybody should Hallelujah. praise us. മറ്റത് നമുക്ക് വേണ്ട. We do not need the other one. അതും നമ്മുടെ വഴിയാണ് That സഹോദരൻ. is also in our path. അതിന്നെങ്കിലേ ഇതിന്റെ വില അറിയത്തു. Only if you have that, you realize the importance of it. എന്നാൽ ഇതിനൊരു ഒരു തത്വം ദൈവമക്കൾ ഗ്രഹിക്കണം. But there is something that is hidden into it. യേശു ആദ്യം പറഞ്ഞ വാചകമായി നമുക്ക് കിട്ടിയത് എന്റെ പിതാവ് എന്ന വാക്കാണ്.
My father was the first word Jesus said. 12 വയസ്സുള്ളപ്പോൾ യേശു പറഞ്ഞതാണ് എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതല്ലേ. When he was 12 years old, he said, I have to sit where my father is. എന്റെ മോനാണ് ഉടനെ എന്തുകൊണ്ട് ദൈവം പറഞ്ഞില്ല? But he didn't say, my son. അടുത്ത 18 വർഷക്കാലം മറിയുടെ മകൻ മറിയുടെ മകൻ 18 വർഷക്കാലം യേശു കേൾക്കേണ്ടി വന്നു. For the next 18 years, he was being known as Mary's son. അപ്പനില്ലാത്തവനെ പിഴച്ചുണ്ടായവനെ എന്ന് യേശുവിനെ മറ്റുള്ളവർ അധിക്ഷേപിച്ചത് പിതാവ് കേൾക്കുന്നില്ല. Didn't the Father in heaven hear that he is saying that his mom is not a father? 30 വയസ്സിൽ സ്നാനപ്പെടുമ്പോഴാണ് സ്വർഗ്ഗം വിളിച്ചു വരുക എന്റെ പ്രിയപുത്രൻ. So 30th year when he was baptized, at the time Father in heaven said, 30 വയസ്സിൽ പിതാവിനെ യേശു വിളിച്ചു. on the 12th year he said, calling his father. എന്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതാണ്. പിതാവ് ആരാണെന്ന് യേശു പറഞ്ഞു. Jesus said, I will sit where my father is, and he showed who his father is. എന്തുകൊണ്ട് മറിയുടെ മകനെ ആക്ഷേപിച്ചിട്ട് അടുത്ത വർഷമെങ്കിലും പിതാവ് ഇതെന്റെ മകനാണെന്ന് പറഞ്ഞില്ല? Why did he not react or Father not do anything once he was being called in that way? സഹോദരങ്ങളെ, ചില നാളുകൾ ഇത് കേൾക്കണമെന്നുള്ളത് നമ്മെ കുറിച്ച് ദൈവഹിതമാണെങ്കിൽ സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. If it is God's will for the next few years, we need to hear this. Just be submissive. ഞാൻ പറയാം, എന്നും കേൾക്കേണ്ടി വരത്തില്ല. ഒരു ദിവസം സ്വർഗ്ഗം വിളിച്ചു പറയും, ഇത് മറിയുടെ മകനല്ല, എന്റെ പ്രിയമകനാണ്. Honestly, every year you will hear that. One day the Father will say, he's not the best one, he's my father. ഒരു സെക്കൻഡ് കൊണ്ട് മാറ്റി കളയോ. But he was doing for years. God will erase it in 1 second. Hallelujah. എന്താ ദൈവജനമേ നമുക്ക് വിശ്വസിപ്പാൻ ബുദ്ധിമുട്ട്? Why you are not able to believe this? നമുക്കെല്ലാവർക്കും ഈ നല്ല വശം മാത്രം മതി എന്ന ചിന്തയാണ്. We always think that we need the good part. ഹല്ലേലൂയ. Hallelujah. ഇല്ല സഹോദരങ്ങളെ, ഇതിലൊരു മറുവശമുണ്ട്. There is another chapter. Hallelujah. Hallelujah. കിഴക്കുനിന്ന് വിദ്വാൻമാർ എന്ന് പറഞ്ഞാൽ ജാതീയ രാജാക്കന്മാർ പൊന്നും നൂലും മുന്തിരിക്കയും കൊണ്ടുവന്ന് കാൽക്കൽ വെക്കുമ്പോൾ അതൊരു സന്തോഷ വാർത്തയാണ്. The wise men, when they bring all the gold and the valuables and they keep in the presence of Jesus, the great king. ബുദ്ധിമാന്മാർ, ഉന്നതന്മാർ, രാജ്യത്തിലെ പ്രമുഖന്മാർ വന്ന് എന്റെ കാൽക്കൽ വീഴുന്നു. The feet they bring and just bow because they are wise men and rich. നാട്ടുരാജാവ് നാട്ടിൽ നിന്നപ്പോൾ ഓടിക്കുക. But the king over there at that time is making them right. നിമിത്തം യേശു നാട് വിട്ടോടേണ്ടി വന്നു. Because of paradise, Jesus had to run away from there. Praise the Lord. Hallelujah. എല്ലാവർക്കും ആവശ്യം വിദ്വാൻമാർ വന്ന് കാൽക്കൽ വീഴുന്നതാണ്. Everybody likes the wise man coming and bowing there. അത് ദൈവം നമുക്ക് വന്നിരിക്കുന്ന അവകാശമാണ്. It is the thing that God has done for us. But otherwise, you need to run away because paradise is also one of those. But you think that even Herodes should come and that's not how the principle is. It's a two-part. Hallelujah. This is a Christian holy life. You will be honored. You will also be dishonored. You will be accepted. You will be isolated. You will get strong. You will be sick. In both places you need to stand. Both places you need to be stand still. You have to stand still. Hallelujah. How is it possible? Let me teach you once again. യേശു 30ാമത്തെ വയസ്സിൽ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ വിളിച്ചു പറഞ്ഞു, 3.5 കൊല്ലം കഴിഞ്ഞ് താൻ എങ്ങനെ മരിക്കും? Jesus, when he started his ministry on his 30th year, he said in 3.5 years how he would die. ദർശനം മാത്രമേ യേശു പ്രാപിച്ചുള്ളെങ്കിൽ യേശുവും പരാജയപ്പെടുമായി. If Jesus only had that vision in his mind, even he would have been defeated. 3.5 കൊല്ലം മുമ്പേ യേശു വീണ്ടും പറഞ്ഞു, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. In the 3.5 years, he also said, I will be resurrected. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി? You Hallelujah. understand what I'm saying? എന്ന് താൻ മരിക്കുമെന്ന് ദർശനത്തിൽ വിളിച്ചു പറഞ്ഞു.
അന്ന് തന്നെ താൻ ഉയർത്തുമെന്നും താൻ ദർശനം പ്രാപിച്ചു. The very same day when he said that he's going to die today, the very same moment he also said, I will resurrect. നിന്റെ പ്രയാസങ്ങളുടെ പട്ടിക അതിന്റെ അകത്ത് ശത്രു നിരത്തുമ്പോൾ അത് മാത്രം കണ്ടാൽ നീ തോറ്റുപോകും. പ്രയാസങ്ങൾക്കപ്പുറമുള്ള ദൈവപ്രവൃത്തിയും നീ കണ്ട് നിന്നെ ബലപ്പെടുത്തും. If you're only able to see the suffering that the devil puts in your mind, you will be defeated. But if you see the works of God, you will be victorious. യേശുവിന്റെ അകത്തുള്ള കാൽവരി മാത്രമല്ല കണ്ടത്, ക്രൂശിതനായവൻ കണ്ടു. അതുകൊണ്ട് അവൻ ജീവിക്കുന്നു. The Jesus in our eyes, you not even see only the family, but you also see his resurrection. That's why he was not defeated. കണ്ടത് അതിനുള്ള കാലക്കുഴലിൽ ആവിനാൽ തുറക്കപ്പെട്ട് കിടക്കുന്ന കാൽവരി കുഴലാണ്. The one we saw him on the cross, was nailed on the cross. യേശു കാൽവരിയിൽ അറുപത്തി ദിവസത്തിന്റെ കലറപ്പുറത്ത് ശക്തിയോടെ പുറത്തു വരുന്നതാണ്. But Jesus seen the vision that he is in the tomb and resurrecting from the tomb. Hallelujah. Praise Jesus. സഹോദരങ്ങളെ, നമ്മുടെ കാഴ്ചപ്പാടുകൾ ശക്തിപ്പെടുത്തുന്നു. Our vision should be strengthened. നാം ദൈവത്തിന്റേതാണ്. We belong to our Lord. ഇതെല്ലാം നമ്മുടെ അവകാശങ്ങളാണ്. It all belongs to us. ഇതിനപ്പുറം ദൈവത്തിന്റെ പ്രവൃത്തിയും Beyond that, there is God's word. നീതിമാന സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. Righteous people, descendants will be strong നീ enough. ആ വാക്യം വായിക്കൂ. രണ്ടാമത്തെ വാചകം. അവന്റെ അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. ആ, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. കേട്ടോ? സ്തോത്രം. ഈ വാക്യം അകത്ത് പരിശുദ്ധാത്മാവ് പറയുകയുള്ളൂ. The Holy Spirit has underlined this word. നീതിമാന സന്തതി സ്വർഗത്തിലല്ല ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. The descendants will be mighty on the earth. ഹല്ലേലൂയ. Hallelujah. എനിക്കറിയാം, ഞാൻ ഉൾപ്പെടെ നിങ്ങൾ ഈ തലമുറയിൽ വളരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നവരാണ്. I know, including me, we are worrying for the children who is growing up. നമ്മുടെയൊക്കെ കാലത്തിൽ കർത്താവ് ഒരുപാട് താമസിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്ന കാലം എന്തായി? Just imagine if in our generation it is in this way, and if God forbid, if Jesus comes a little late, what will happen? ഒരു ഭയം കിടപ്പുണ്ട്. There is a fear in our heart. ഞാൻ ഈ പകൽ പരിശുദ്ധാത്മാവിൽ നിങ്ങളുടെ മധ്യ ദൈവവാക്യ ദൈവദാസൻ എന്ന രീതിയിൽ ഈ വാചകം തരുന്നു. And in the name of the Lord and by the Holy Spirit leading, let me give you this word once again. നീതിമാന സന്തതി സ്വർഗത്തിലല്ല ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. The generation of the upright, not in heaven, but in the earth, will be blessed as well. നിന്റെ മക്കളുടെ പേരുകൾ ഓർത്തിട്ടിപ്പോൾ അവരെ നോക്കി അവരെ ഓർത്ത് ഇവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പറഞ്ഞുകൊള്ളുക, നീതിമാന സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. Remember your children, if they are here or not, and just say they will be in the pride of God. പിശാചിനോട് പറയും, അതെങ്ങനെ സാധിക്കും, അവരൊക്കെ വെറും പാപികളും ദോഷികളും പോലെ ജീവിക്കുകയല്ലേ. അതൊന്നും ദൈവത്തിന് വലിയതല്ല, ദൈവത്താൽ കഴിയാത്തതും. The devil might say that they are just, your children are in evil and everything is sinful. How is it happening? But it doesn't relate anything with God. ഉറപ്പിച്ചു പറയുന്നു, നീതിമാന സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. The rest of the bride will be mighty and be blessed on the earth. Hallelujah. ഹല്ലേലൂയ. Praise Jesus. ദൈവം കാക്കുന്ന കാവലിന്റെ ശക്തി ദൈവമക്കൾ അറിയാം. You need to know the protection that you're receiving from our Lord. നിങ്ങൾ എല്ലാവരും വേറെ പുസ്തകം കൊണ്ടുവന്നിട്ടില്ലേ? Everybody has bought the Holy വേറെ പുസ്തകം Bible. കയ്യിൽ പിടിച്ച് ദൈവത്തിൽ നിന്ന് സ്തോത്രം ചെയ്യും. Just praise God in this Holy Bible. Hallelujah. Hallelujah. Just praise God. Hallelujah. ഞാൻ ഈ ഒരു ദൂത് നിങ്ങളോട് പറയട്ടെ. Let me tell you a message. ഇതില്ലാതാക്കുവാൻ ലോകത്തിലെ എത്ര വലിയ ശക്തികൾ പരിശ്രമിച്ചു. Lot of huge forces of this world tried to destroy this. ഇതില്ലാതായോ? Didn't get destroyed. എന്തുകൊണ്ട് ഇല്ലാതായില്ല? Why it is not destroyed? ദൈവത്തിൻ്റെതായതുകൊണ്ട്. It's because it belongs to ദൈവം God. കാത്തതുകൊണ്ട്. God protected it. ഇതിന്റെ സ്ഥാനത്ത് ഇനി നിന്റെ മക്കളെ ഓർക്കെ. Just in the form of this, remember your children. അതില്ലാതാകുമോ? Will it be just destroyed? ആവർത്തില്ല. It will not. എന്തുകൊണ്ട്? ദൈവം കാക്കുന്നതുകൊണ്ട്. Protecting it. Hallelujah. ദൈവം കാക്കുന്നതുകൊണ്ട്. God is protecting it. The name of Jesus. Hallelujah. എന്തിനാ വേറെ 100 ഉദാഹരണങ്ങൾ എടുക്കുന്നത്? Why you take several examples? നീ എന്നും വായിക്കും നിന്റെ വേദപുസ്തകം ഈ വലിയ സത്യത്തിനെ പഠിപ്പിക്കുന്നില്ല. The Bible which you read every day is telling you this actual truth.
വേദപുസ്തകം ഇല്ലാതാക്കാൻ ശ്രമിച്ചത് പട്ടിണി പാവങ്ങളല്ല. To just take away the Bible, it's not the poor people. കുറെ ഭ്രാന്തന്മാരല്ല. Not some people who are mentally challenged. അധികാരമുള്ള രാജാക്കന്മാർ. They're the king who had authority. ഇസ്രായേൽ മക്കൾ എത്രയോ വർഷം സ്വന്തമല്ലാത്ത നാട്ടിൽ വിഗ്രഹാരാധികളാൽ അടിമകളായി താമസിച്ചു. Israelites for long years they were staying in a place where they were idol worshippers. അവരുടെ മക്കളുള്ള വേദപുസ്തകം എന്തുകൊണ്ട് നഷ്ടപ്പെട്ടില്ല? Why the Holy Scripture in their hand was not lost? അന്ന് പോലെ സൂക്ഷിപ്പാനുള്ള യാതൊരു സൂക്ഷ്മത സാധനങ്ങളും ഇല്ലല്ലോ. Like today there was nothing that they can keep it as a safe. ചിലർ അരിച്ചു പോകാം. പ്രകൃതി തണുപ്പും മഞ്ഞും മഴയും കാറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് ആ വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോകാം. Because of a lot of catastrophic things, the holy thing can be destroyed at that time. എന്നാൽ വെറും തുവച്ചുരുളിൽ എഴുതപ്പെട്ട വേദപുസ്തകം എന്തുകൊണ്ട് നശിച്ചില്ല? But only it was being written in the scrolls, why it was not destroyed. അന്ന് ഇന്നത്തെ പോലെ അച്ചടിക്കുവാനുള്ള ഉപകരണങ്ങളോ മഷികളോ മായാത്തതോ ഒന്നുമില്ലല്ലോ. On those days there were no ink or press and it cannot be erased. പ്രകൃതി ശക്തികൾക്ക് എന്തുകൊണ്ട് കാലാവസ്ഥകൾ മാറി മാറി ഉണ്ടായിട്ട് ഈ പുസ്തകം ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല? The nature took its turns here and there, but it was not able to destroy the scroll of the Bible. നിരീശ്വരവാദികൾ ഈ പുസ്തകത്തിനെതിരായിട്ട് ശക്തമായി എഴുന്നേറ്റില്ലേ? Even the atheists came against the Bible. ഫ്രഞ്ച് നിരീശ്വരവാദിയായ ഓൾട്ടർ പറഞ്ഞു, വെറും 100 വർഷം മാത്രമേ ഈ ബൈബിൾ ജീവിച്ചിരിക്കത്തുള്ളൂ. One French atheist said that it will only be there for 100 years. അവന്റെ വീട് ബൈബിൾ തുടർച്ചയാക്കി ദൈവമാക്കി. But Lord God was converted to a Bible society. ജനീവയിലെ ബൈബിൾ സൊസൈറ്റി ഓൾട്ടറിന്റെ വീട് വാങ്ങിച്ചു. And the Bible Society in Geneva bought his own house. ആയിരക്കണക്കിന് വേദപുസ്തകം അവന്റെ വീട്ടിൽ നിന്ന് ദൈവം വെളിയിലേക്ക് അയച്ചു. 1,000 Bible books was being taken out. ഒരു ശബ്ദമായിരുന്നു. He was not strong enough. ദൈവം സർവ്വശക്തനാണ്. Hallelujah. വേദപുസ്തകം കത്തി കൊണ്ട് കത്രികൊണ്ട് അരിഞ്ഞ് ഞെരിപ്പോട്ടെടുത്ത് കത്തിച്ച രാജാക്കന്മാരും. There are kings who had just torn apart this Bible and threw it away. യഹൂദന്റെ ഏറ്റവും വലിയ പീഡ സിറിയ രാജാവായ അന്തോക്യസ് എപ്പിഫാനസ് നിമിത്തമുണ്ടായ പീഡയാണ്. The persecution, the maximum the Jews received from the Syrians. വേദപുസ്തകം കയ്യിലുള്ളവരെ കണ്ടുകിട്ടിയാൽ അത് കഴുത്തിൽ കെട്ടിത്തൂക്കിയിട്ട് കുരിശിക്കുമായിരുന്നു. They used to hang the Bible on them and they used to crucify them if they found them. വേദപുസ്തകം കഴുത്തിൽ കെട്ടിത്തൂക്കിയിട്ടിട്ട് അത് കിട്ടിയാൽ ഗർഭിണികളുടെ വയറ് പിളർന്നു മാറ്റുമായിരുന്നു. If they found the Bible in the pregnant woman, they used to cut apart her body and they used to crucify. ആ മനുഷ്യൻ നിമിത്തം വേദപുസ്തകം കൊണ്ടുനടക്കുവാൻ മനുഷ്യൻ ഭയപ്പെട്ടിട്ട് വേദപുസ്തകമെല്ലാം അവർ ഒരുമിച്ച് കൂട്ടിയിട്ടു. So because of the fear, they all gathered the Bible together. അതിന്റെ മുകളിൽ കൊടി നാട്ടിയിട്ട് ആ വേദപുസ്തകത്തെ മുഴുവൻ ചുട്ടുകരിച്ചു. And they completely burned down the entire Bible. മനസ്സില്ല. He is not happy. അവർ ചുട്ടുകരിച്ചെങ്കിലും വേദപുസ്തകം ഇന്നും ഉണ്ട്. Even he burned everything down. The Bible remains. Hallelujah. Hallelujah. Praise the Lord. Hallelujah. വേദപുസ്തകം എന്തുകൊണ്ട് നശിച്ചില്ല? Why the Bible was not destroyed? ഞാൻ പറയാം. Let me tell you. ദൈവം കാത്തുകൊണ്ടാ. God protected it. അത് ദൈവം കാത്തുകൊണ്ടാ. Let me tell you because God had a covering over it. നിന്റെ മക്കൾ എങ്ങനെ സംരക്ഷിക്കപ്പെടും? How will you see the way you protect it? Not because of your life. Because of your seeing the Lord. Not because of your life. ദൈവം കാത്തുകൊണ്ടാ. God protected it. Hallelujah. Praise the Lord. Hallelujah. വിശ്വസിക്കൂ സഹോദരങ്ങളെ. Believe in that, my brother, this morning. ഞാൻ ഇതിൽ കൂടുതൽ എന്ത് തരുവാ നിങ്ങൾക്ക് തരേണ്ടത്? What more example should I give you? ഞാൻ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞു വേദപുസ്തകം കയ്യിലെടുത്തുകൊണ്ട് പറയാം. Last time I was praying, God told me, keep the Bible in your hand and say, ഇരിക്കുന്ന വേദപുസ്തകം നിന്നോട് പറയുന്നു ദൈവം കാത്താൽ ഇത് കാക്കപ്പെടുമെന്ന്. the Bible in your own hand says, God protects it, it is protected. Praise the Lord. Hallelujah. 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 ലോകത്തിൽ ആദ്യമായി പ്രിന്റ് ചെയ്ത പുസ്തകം വേദപുസ്തകമല്ലേ? Is in the first book printed in the world is the Bible. വേദപുസ്തകമല്ലേ ലോകത്തിൽ ആദ്യമായി പരിഭാഷപ്പെടുത്തിയ The translation book, the very first one is the Bible. വേദപുസ്തകമല്ലേ ഇന്നുവരെ അധികം
കോപ്പികൾ വിറ്റഴിക്കപ്പെടുന്ന The maximum copies spread all over the world is only the Bible. ഇത് ഇന്ത്യയിൽ ചെല്ലുമ്പോൾ അമേരിക്കക്കാരുടെ പുസ്തകമായി തന്നെ പറയുന്നത്. When the Bible is in India, they don't say it's an American Bible. ഇന്ത്യയിൽ ചെല്ലുമ്പോൾ ഇന്ത്യക്കാരുടെ പുസ്തകമായി തന്നെ പറയുന്നത്. In America, it's not an Indian Bible. അമേരിക്കക്കാരുടെ പുസ്തകമാണ്. For American, it's an American thing. ഇന്ത്യക്കാരുടെ പുസ്തകമാണ്. For Indian, it is an Indian. ആഫ്രിക്കക്കാരുടെ പുസ്തകമാണ്. Also in the thing is there. ഇന്ത്യക്കാരുടെ പുസ്തകമാണ്. It's Bible. ഇന്ത്യയുടെ പുസ്തകമാണ്. It's your Bible. It belongs to God. Hallelujah. Hallelujah. Name of Jesus. Praise God. ദൈവത്തിന്റെ വചനം നിൽക്കുമെങ്കിൽ ദൈവത്തിന്റെ പൈതൽ നിൽക്കും. If God's word should stand still, then the child of God will be there. Hallelujah. ഇന്ന് ഞാൻ നിങ്ങളെ ഇത് പഠിപ്പിച്ചു വിടുകയാണ്. This message I'm teaching you this morning and leading you. നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ ഈ വിഷയം എന്നെ തകർക്കും എന്ന് ചിന്തിക്കുമ്പോൾ Have you ever thought this problem is going to destroy me? നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ വേദപുസ്തകത്തിലേക്ക് ഇനി നോക്കിക്കൊള്ളാം. Just look on the Bible that is in your house. ആ വേദപുസ്തകം അപ്പോൾ നിങ്ങളോട് ഇങ്ങനെ പറയും. The Bible will talk to you. എന്നെ തകർക്കുവാൻ ആരെല്ലാം ശ്രമിച്ചു. A lot of people try to destroy me. ആരെല്ലാം പണം മുടക്കി. A lot of people pay a price for it. ആരെല്ലാം എനിക്കെതിരായി പുസ്തകം എഴുതി. A lot of people go against me. ആരെല്ലാം എനിക്കെതിരായി എതിരായി പ്രസിദ്ധീകരിച്ചു. A lot of people pay trouble because of me. ആരെല്ലാം എനിക്കെതിരായി സിനിമയാക്കി. A lot of people have sinned against me. ആരെല്ലാം എനിക്കെതിരായി നാട് മുടക്കി. A lot of people sin against me. ഞാൻ തോറ്റോ? Did I get destroyed? ഇല്ല. ഞാൻ ഇവിടെ നിൽക്കുന്നു. ഞാൻ ആശ്വാസം കൊടുത്തുകൊണ്ട് I will come for the many. ദൈവത്തെ ശിക്ഷണം ചെയ്തുകൊണ്ട് I am standing still. നീയും നിൽക്കും. You will also stand. Hallelujah. Hallelujah. ദൈവമേ, ഇതുപോലെ ദൈവത്തിന്റെ വചനം നിൽക്കുമെങ്കിൽ നാം നിൽക്കും. This message indicates if God's word stands still, we will remain stand still. മനുഷ്യരും സൂക്ഷിച്ചതുകൊണ്ടോ സഹായിച്ചതുകൊണ്ടോ അല്ല വേദപുസ്തകം നിൽക്കുന്നു. No man in this world had a protection over it. That's the reason why he's there. It's only because of God. അതിന്റെ ഉടമസ്ഥനെതിരെ കാത്തതുകൊണ്ട്. The owner had protected it. നിന്റെ ഉടമസ്ഥനാണ്. Who is your owner? നിന്റെ കുഞ്ഞുങ്ങളുടെ ഉടമസ്ഥനാണ്. Who is the owner of your children? ഈ പുസ്തകം കാത്തിയ അതേ ഉടമസ്ഥൻ. It is the same owner who was protecting the Bible. ഹല്ലേലൂയ. Hallelujah. ഇത് കാത്തിരുന്നുകൊള്ളുക. Accept this message. നിന്റെ മക്കളെ നോക്കിയിട്ട്, നിന്റെ സഹോദരനെ നോക്കിയിട്ട്, നിനക്കുള്ളവരെ നോക്കിയിട്ട് നീ പറ, എന്റെ വേദപുസ്തകം കാത്ത ദൈവമേ, Hallelujah. ഈ കാത്താൽ അത് കാവൽ തന്നെയാണ്. Now look at your children, your family, and everybody and say, if the Bible is protected, they will also be. Praise the Lord. Hallelujah. ഈ ദൂത് കർത്താവിൽ തന്നപ്പോൾ ഹൃദയം സന്തോഷിച്ചു. I was rejoicing when God gave me this message. പത്രോസ് വേദപുസ്തകത്തെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്. Peter wrote about the Bible in this way. ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവത്തിന്റെ വചനം. It is the word of God which is living and which will be eternal. ഇന്നലെ രാത്രി എന്റെ ഹൃദയം ഒത്തിരി സന്തോഷിച്ചു. Last night my heart was rejoicing a lot. വിദ്യാഭ്യാസമില്ലാത്ത ദൈവദാസൻ എഴുതുകയാണ്, വേദപുസ്തകം നിലനിൽക്കുന്നതാണ്. The person, the servant of God was not educated, is listening. ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവത്തിന്റെ വചനം. It is a living word and be still. വചനത്തിന്റെ പ്രത്യേകതകൾ. Do you see the importance of the word of God? നിലനിൽക്കുന്നതാണ്. It will remain forever. എന്തുകൊണ്ട്? Why? ബൈൻഡ് നന്നായതുകൊണ്ടാണോ? Is it because the bind is good? കാക്കുന്നവരുടെ ബലം കൊണ്ടാണോ? Is it because people get sick? അല്ല It സഹോദരങ്ങളെ, is not. അല്ല സഹോദരങ്ങളെ, കാവൽക്കാരന്റെ വലിപ്പം കൊണ്ടാണ്. It is because of the protection of the mighty one. Praise the Lord. Hallelujah. Hallelujah. അതുകൊണ്ട് ദൈവം നമ്മെ നടത്തുന്ന വഴികളിൽ നമുക്ക് തൃപ്തിയുള്ള, സന്തോഷമുള്ള, ആനന്ദമുള്ള കാര്യം മാത്രം സ്വന്തമാക്കാതെ ഏതാണെങ്കിലും നാം അത് ഏറ്റെടുക്കുക. So when God leads us in a certain way, it's not only the good, but anything that God entrusts in us, we should take it. ആ പ്രശ്നങ്ങൾക്കപ്പുറം ദൈവം ഒരുക്കിയ വലിയ വഴിയും. Beyond the problems, there is a huge way that God has prepared for us. അതാണ് ദൈവത്തിന്റെ ഹിതം. That is God's അതാണ് way. യേശുവിന്റെ മാർഗ്ഗം. That is Jesus' way. അങ്ങനെയാണ് യേശു ജീവിച്ചത്. That's how Jesus lived. നിലനിർത്തുവാൻ നമ്മുടെ ദൈവം To keep it still, God is mighty enough. വേദപുസ്തകം എന്തുകൊണ്ട് നിലനിന്നു? Why did the Bible stay still? ഒത്തിരി പഠിക്കാനായിട്ട്. We can learn many things. രണ്ടു മൂന്ന് കാര്യം മറക്കാതെ മനസ്സിൽ വെച്ചുകൊള്ളുക. Two to three Hallelujah. things, not forget about it. ഇതെല്ലാം സൂക്ഷിപ്പാൻ വേണ്ടി പഠിപ്പിക്കുക. It is telling us to protect. വേദപുസ്തകം ആരംഭിക്കുന്നത്
ദൈവം എന്ന് പറഞ്ഞുകൊണ്ട്. It's God is saying the Bible starts. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. In the beginning, God created was the first. ദൈവം എന്ന് പറഞ്ഞാണ് അത് ആരംഭിക്കുന്നത്. It starts with the word God. നീ നിലനിൽക്കുവാനുള്ള ഏക കാരണം നിന്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിനായി. The only reason why you need to be still enough, you need to give the first place to God. മറ്റൊന്നിനും നീ വലിപ്പം കൊടുക്കരുത്. You do not need to give importance to the other things. ദൈവത്തിന് വലിപ്പം കൊടുത്തേ മതിയാകൂ. It's only God the first place in your life. ദൈവം എന്ന ആരംഭത്തിങ്കൽ തുടങ്ങണം. You should start by saying God. നിന്റെ ദിവസം അങ്ങനെ തുടങ്ങണം. You should start your day. ജോലി അങ്ങനെ തുടങ്ങണം. You should start your job. പഠനം അങ്ങനെ തുടങ്ങണം. You should start your study. എല്ലാം അങ്ങനെ ആരംഭിക്കണം. Whatever it is, start with God. ദൈവത്താൽ ആരംഭിക്കട്ടെ. Start with the God. Jesus is the Spirit. The name of Jesus. Hallelujah. രണ്ട്, Second, 66 പുസ്തകം തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല. 66 books do not have a dispute. അവരിൽ പലരും തമ്മിൽ കണ്ടിട്ടില്ല. They have not seen each other. ഒന്നാമത്തെ എഴുത്തുകാരൻ മരിച്ച എത്രയോ വർഷം കഴിഞ്ഞാണ് ഒടുവിലത്തെ എഴുത്തുകാരൻ ജനിച്ചത്. The first writer in the Bible was dead after so many years. The last book was written. ഒന്നാമത്തെ എഴുത്തുകാരന്റെ ഭാഷയല്ല ഒടുക്കത്തെ എഴുത്തുകാരന്റെ ഭാഷ. The first writer's language is not how the last book is written. നാളെ ജീവിത രീതിയെല്ലാം വ്യത്യസ്തമാണ്. Everything is so different. എന്നാൽ ഇവരുടെ അഭിപ്രായ വ്യത്യാസമില്ല. There is no differences of this. ദാനിയേൽ മുതൽ വായിക്കുന്നവൻ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ പറയും ഇത് ഒരുപോലെ ഇരിക്കുന്നല്ലോ. The person who reads the book of Daniel and reads the Revelation, they'll say it symbolizes. എല്ലാം തമ്മിൽ ചേർന്നിരിക്കുന്നു. Everything is so similar and connected. പല സ്വഭാവത്തിൽപ്പെട്ടവർ എഴുതിയത്. For different places, different characters, people are going. ബന്ധപ്പെട്ട് കിടക്കുന്നു. Everything is interconnected. കാര്യം Second, the body is still there, and God is connected. Hallelujah. കുടുംബം നിലനിൽക്കണമോ അവിടെ ഐകമത്യം. If your family needs to be still, there should be togetherness. നിൽക്കണമോ അതിനകത്ത് ഐകമത്യം വേണം. If the children need to be still, there should be togetherness. കാല് കൈക്കെതിരാകരുത്. The hands should not go against the leg. കണ്ണ് ചെവിക്കെതിരാകരുത്. The eyes should not be against the ear. ഇതെല്ലാം ശരീരത്തിൽ ആവശ്യമാണ്. To sustain the body, everything should be connected. Hallelujah. കുടുംബങ്ങൾ തകരാൻ കാരണം സമ്പത്തില്ലാത്തതല്ല. To destroy a family is not because of the money. ഒന്ന് അവർ ദൈവമില്ല. First is God was not there. രണ്ട് അവർ ഐകമത്യമില്ല. Second, there was no togetherness. നിൽക്കത്തില്ല. It was not still. നിൽക്കണമെങ്കിൽ ആളുകൾ ദൈവം. We need to still there. God is there. Everything is still to make togetherness. Amen. Hallelujah. Praise മൂന്ന്, Third, വേദപുസ്തകം തെറ്റുള്ളവരുടെ തെറ്റ് തെറ്റായും ശരിയുള്ളവരുടെ ശരി ശരിയായും പറയും. because the Bible teaches if it is a true thing, it's a true. If it's false, it's a false. മോശയാണെന്ന് പറഞ്ഞ് മോശയുടെ തെറ്റ് പറയാതിരിക്കത്തില്ല. It's because it's Moses that God will not say it, because Moses മോശയുടെ തെറ്റുണ്ടെന്ന് has പറഞ്ഞ് മോശയുടെ ഗുണം മറച്ചു നിൽക്കത്തില്ല. because Moses has something, he will not hide anything from him. ദാവീദാണെന്ന് പറഞ്ഞ് കുറ്റം മറച്ചു പിടിക്കത്തില്ല. Because it's David, he will not take away from his suffering anything. കുറ്റമുള്ളവനാണെന്ന് പറഞ്ഞ് നന്മ പറയാതിരിക്കത്തില്ല. Because he has something in him, he will not say the blessed one. പത്രോസാണെന്ന് പറഞ്ഞ് കുറ്റം പറയാതിരിക്കത്തില്ല. Because he's Peter, so he still be saying that. ഹല്ലേലൂയ. കുറ്റം കുറ്റമായും ഗുണം ഗുണമായും ചൂണ്ടിക്കാണിക്കും. The evil as evil and good as good should be shamed. വേദപുസ്തകം നിൽക്കും. Bible will stand still. നിന്റെ തെറ്റ് തെറ്റായി നീ മനസ്സിലാക്കി ശരി ശരിയായി അംഗീകരിക്കുമ്പോൾ നീ നിലനിൽക്കും. When you accept that your false is a false thing, your truth is a truth. നമുക്കൊരു പോരായ്മയില്ലെന്ന് മാത്രം നാം പറഞ്ഞ് വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ നാം നിൽക്കത്തില്ല സഹോദരൻ. If we only claim that we don't have anything bad in us, we will never stand. മൂന്ന് പോയിന്റ് മറക്കരുത്. Do not forget the 3 points. നിന്റെ ജീവിതത്തിന്റെ ആരംഭം ദൈവത്തോടു കൂടെ. Your life starting journey should be with God. എല്ലാത്തിന്റെയും ആരംഭം ദൈവത്തോടു കൂടെ. Whatever things are with you should be with God first. നീ ഐക്യത്തിന് മുൻപിൽ നിൽക്കണം. You should stand first for togetherness. നീയാണ് നിന്റെ കുടുംബത്തെ സമാധാനം ഉണ്ടാക്കേണ്ടത്. You should give peace to your family. മക്കളാണെന്ന് നീ ചിന്തിക്കരുത്. Nothing will happen. മക്കളാണെന്ന് ചിന്തിക്കരുത്. Nothing will children. ഭാര്യയാണെന്ന് ചിന്തിക്കരുത്. Nothing will wife. ഞാനാണ് നിന്റെ കുടുംബത്തിന്റെ ഐക്യത്തിന്റെ ആരംഭം. I am responsible for the togetherness of the family. ചിന്തിക്കരുത്. Every individual should know that. സമാധാനം ഉണ്ടാക്കുന്നത് ഭാര്യയാണ്. That
In your church, let that be നിന്റെ you. വീട്ടിൽ നീയുണ്ട്. In your house, let that be you. അങ്ങനെ ഓരോരുത്തരുമാകട്ടെ. Let each and every individual ഐകമത്യം അത് നിലനിൽക്കും. togetherness will happen. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. മൂന്നാമതൊന്നും മറക്കല്ലേ. Do not forget the third one. തെറ്റ് തെറ്റായി കാണണം. The fourth thing should be അത് always known. മറക്കരുത്. Do not hide it. അപ്പന്റെ ആണെങ്കിലും അമ്മയുടെ ആണെങ്കിലും മക്കളെ ആണെങ്കിലും ആരെയാണെങ്കിലും അത് മറക്കരുത്. Even if it is a father, mother, or children, do not hide it. മോശയാണെങ്കിലും ദാവീദാണെങ്കിലും പത്രോസ് ആണെങ്കിലും തെറ്റ് തെറ്റ്. Moses, David, or Peter. യൂദയുടെ തെറ്റ് മാത്രം പറയരുത്. Do not only talk about Judah. ബലയാമിന്റെ തെറ്റ് മാത്രം പറയരുത്. Do not talk about the falsehood of ആഖാന്റെ Judah. തെറ്റ് മാത്രം പറയരുത്. Do not look only on the falsehood. യേശുവിന്റെ തെറ്റ് മാത്രം പറയരുത്. Don't talk the wickedness of മോശയുടെ തെറ്റും തെറ്റാണ്. Moses. ദാവീദിന്റെ തെറ്റും തെറ്റാണ്. David is also there. Hallelujah. നിൽക്കും. You will stand. നിൽക്കും. You will stand. നമുക്ക് നിലനിൽക്കണ്ടേ? We stand still. കാക്കുന്നവൻ ദൈവം. The protection is from God. ഹല്ലേലൂയ. കാക്കുന്നവൻ ദൈവം. The sustaining things ഇന്ന് will from God. പഠിപ്പിച്ച ദൂത ഏറ്റെടുത്ത് കൊണ്ടുപോയിക്കൊള്ളുക. This message that taught you this morning, take this and go. 100% ഏറ്റെടുത്ത് വിശ്വസിച്ചുകൊള്ളുക. Accept 100% and believe and നിന്റെ believe. സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. Your generations will invite you to do it. നിനക്കെതിരായ ഒരു പല്ലുകടിച്ച് ഉരുകിപ്പോകും. Even though you gnash their teeth but melt away. ഒരു വ്യക്തി ബലപ്പെടുമ്പോൾ മറു വ്യക്തി ഉരുകുന്നത് കണ്ടിട്ട് Do you see when one person is strengthening, the other person is melting away? പ്രയാസങ്ങളെ ഉരുക്കി മാറ്റൂ. Your problems will be melted. നിന്റെ നിലനിൽക്കൂ. What belongs to you will remain. വിശ്വസിക്കാതെ Believe in the child of God. പ്രസംഗിക്കുമ്പോൾ ദൈവശക്തി പുറപ്പെടുണ്ട്. They are preaching the Spirit of God is putting you. ദൈവശക്തി പുറപ്പെടുണ്ട്. Let the power of the Holy Spirit come upon you. Let everybody focus here. ക്രൂശിലാശു മരിക്കുമ്പോൾ As we lean down the Calvary. അങ്ങ് കടലിലേക്ക് ശക്തി പോയിരുന്നു. The dead man, the true man, none. ഇത് പ്രസംഗിക്കുമ്പോൾ They are preaching the power of the release. ശക്തി പുറപ്പെടുണ്ട്. The true power of the God. Everything coming into the gospel. Every power of the gospel. Let God's word be done in our lives. ഞാൻ വിശ്വസിക്കുന്നു. I believe. നിങ്ങൾ കാണുന്നില്ലെങ്കിലും You do not see it. നടന്നുകൊണ്ടിരിക്കുകയാണ്. It is happening right now. Believe and accept it. Believe and accept it. God is waiting for you. Hallelujah. 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 Say to the same way that's not happening. But believe in the name of Jesus. God is happening. Hallelujah. Glory. Hallelujah. Let's be submissive to God's word. Your descendants will be mighty on the earth. In the name of Jesus, take us free. In the name of Jesus, take us free. In the name of Jesus, take us free. Hallelujah. കർത്താവിന്റെ അടുത്ത് പറയുന്നു ഇന്ന് പകല ദൈവത്തിന് My heart goes, it's God's plan of work. നിങ്ങൾ എന്താണ് വിശുദ്ധ ഏറ്റെടുക്കാത്ത സഹോദരൻ Why do you believe? That's something of
ആത്മാർത്ഥമായി ഇടപെട്ട് വിശ്വസിക്ക് കർത്താവിന്റെ പ്രവൃത്തി നമുക്ക് അനുഭവിച്ചറിയുവാൻ ദൈവം